ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു ഓറഞ്ച് ഫാമിലേക്ക്. അത് ഇവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളിവിടെ ഓറഞ്ച് ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഈ ഓറഞ്ചുകളുടെ നടുവിലിരുന്ന് ലഞ്ച് കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ പൊതിച്ചോറിന് പകരം പാഴ്സൽ ചോറും കറികളും ഒക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട്, അനുവേട്ടനും അനുവും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഈ ഈന്തപ്പനകളുടെയും ഓറഞ്ചിൻ്റെയും ഒക്കെ നടുവിലിരുന്ന് പായക്കിയിട്ട് ഇവിടെ ഇരുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഓറഞ്ചും കാഴ്ചകളൊക്കെ മുന്നോട്ട് കാണാം. കാരണം ഇവിടെ തൊട്ട് 2.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. അപ്പം കുറച്ച് ടയേർഡായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 1 മണി 1:30 സമയം. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചിട്ട് മുൻപോട്ട് പോകാം. 2-3 കൂട്ടം കറികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. മോര് കറി, ഇതിൻ്റെ എല്ലാ റെസിപ്പിയും നമ്മൾ ഇതിന് മുൻപ് പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഇതൊന്നും കാണിക്കാൻ നിൽക്കാഞ്ഞത്. വാഴയ്ക്ക തോരൻ വെച്ചത്, അനുവിൻ്റെ വക സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ചെമ്മീൻ പൊടിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കഴിക്കാൻ തുടങ്ങാം അല്ലേ അനു? ഇവിടെ വന്നപ്പോൾ ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നിയൊരു കാര്യം ഇതാണ്. ഇവിടെ ഈ റോഡിൻ്റെ 2 സൈഡിലും നിറയെ ഇതുപോലെ റോസാ ചെടികളും റോസപ്പൂക്കളുമാണ്. Nice to be here. I love this place. This orange farm is very, very beautiful. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നിറഞ്ഞു കിടക്കുന്ന ഇതൊരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിറയെ ഓറഞ്ചുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്ത മാസം ആകുമ്പോഴേക്കായിരിക്കും ഇതെല്ലാം പറിച്ചെടുക്കുന്ന ടൈം. ഇപ്പം എല്ലാം നന്നായിട്ട് വിളഞ്ഞ് പാകമായി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി പഴുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ പറിച്ച് കഴിക്കുമ്പോഴാണെങ്കിൽ തന്നെ നല്ല പുളിയാണ് ഇതിന്. അപ്പോൾ ഇവിടോട്ടൊക്കെ വരാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് വന്നാൽ നമുക്ക് നിറച്ച് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. ഡേറ്റ്സ് ഒക്കെ ആണെങ്കിലും വിളഞ്ഞ് പാകമായി കിടക്കുന്ന ആ ഒരു കാഴ്ച ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പല വിധത്തിലുള്ള ഓറഞ്ചുകളാണ്. മുസാമ്പി ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. 200 കിലോമീറ്റർ ഉള്ളൂ അൽഹരിക്ക്. എല്ലാവരും വന്ന് സന്ദർശിക്കുക. നല്ല അടിപൊളി സ്ഥലമാണ്. ശരിക്കും നമ്മൾ റിയാദിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതെന്താ സ്ഥലം, എപ്പോഴും ചൂടും നമ്മളുടെ ഡ്യൂട്ടിയും സ്ട്രെസ്സും അത് മാത്രമാണുള്ളത്. പക്ഷെ നമ്മൾ റിയാദിന് വെളിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പലവിധ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അബഹയിൽ പോയപ്പം വ്യത്യസ്തമായ പല പല കാഴ്ചകളായിരുന്നു. ഇതിപ്പം ഇവിടെ അല്ലരിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് മുൻപും ഞങ്ങൾ ഒരിക്കൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് പക്ഷേ ആ സീസൺ ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഓറഞ്ചുകളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതിപ്പം ഒരുപാട് നല്ലൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ ഓരോ വീക്കെൻഡിലും പുറത്തൊക്കെ പോയി ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിയാണ്, എപ്പോഴും 5 ദിവസം ഡ്യൂട്ടി ആയിരിക്കും. പിന്നെ 2 ദിവസമാണ് ഫ്രൈഡേ സാറ്റർഡേ 2 ദിവസമായിരിക്കും ഓഫ് കിട്ടുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഞങ്ങൾ മിക്കപ്പോഴും പുറത്തായിരിക്കും. ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ പുറത്തുകൂടെയൊക്കെ പോയി എല്ലാ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം പിള്ളേർക്കും അതൊരു എൻജോയ്മെൻ്റ് ആണ്. നമ്മൾ കുട്ടികൾ ബാക്കി 5 ദിവസവും വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ആഴ്ചയിൽ അന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അവർ. ശരിക്കും ഈ അൽഹരി ട്രിപ്പ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ബോറടിക്കത്തില്ല. അവിടെ വന്ന് ഇഷ്ടംപോലെ ഓറഞ്ച് സാമ്പികളൊക്കെ ഇഷ്ടംപോലെ കാണാം.
ശരിക്കുള്ള ഫാം ഇതല്ല. അപ്പോൾ ഫാമിൽ പോകുകയാണെങ്കിൽ ഇതിനൊക്കെ ഞാൻ അടിപൊളി സംഭവങ്ങളാണ്. എങ്കിലും ഇവിടെ വന്നാലും നഷ്ടമൊന്നുമില്ല. കാരണം ഇത് ഏക്കർ കണക്കിന് ഇങ്ങനെ ഓറഞ്ചും മുസാമ്പിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഓറഞ്ച് ഫാമിൽ വന്നിട്ട് കുറച്ച് മണിക്കൂറുകളായി. വന്ന് ലഞ്ചൊക്കെ കഴിച്ചു, ഇവിടെ എല്ലാം നടന്ന് കണ്ടു, ഓറഞ്ചൊക്കെ പറിച്ച് കഴിച്ചു. അപ്പോൾ ഇവരോടും കൂടെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു. അനുവേട്ട, അനു എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മക്കൾക്ക് ഇഷ്ടപ്പെട്ടോടി? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? നല്ലതായിരുന്നു. എൻജോയ് ചെയ്തല്ലേ? അപ്പൊ എല്ലാരും വന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് പുറപ്പെടുകയാണ്. ബൈ.